ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ ഒരു ചെറിയ മേക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിനെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇല്ലേ കിച്ചൺ എങ്ങനെയാണെന്ന് എപ്പോഴും പുതിയതുപോലെ വെക്കുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ എന്നോട് എൻ്റെ ഹോബിൻ്റെയും ഹുഡിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എപ്പോഴും ചോദിക്കലുണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിനി, എന്നാലും പുതിയ വീടെടുക്കുന്നവരാന്ന് തോന്നുന്നു കുറേ ഡീറ്റെയിൽസ് ചോദിക്കലുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഞാൻ ഷെയർ ആക്കാം. ഇന്നാണെന്നുണ്ടെങ്കിൽ രാത്രിയാണ് ഞാൻ അധികം കിച്ചണെല്ലാം ക്ലീൻ ആക്കാൻ വരാം. ഞാനത് എൻ്റെ 4 വർഷം മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം പറയലുണ്ട്. രാത്രിയാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക, നൈറ്റ് പേഴ്സൺ മോർണിംഗ് പേഴ്സൺ എന്നെല്ലാം പറയില്ലേ. അപ്പോൾ എനിക്കൊരു വൈകുന്നേരത്തിന് ശേഷമൊന്ന് കൂടുതൽ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ തോന്നാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും അധികവും ഞാൻ സെലക്ട് ചെയ്യുക വൈകുന്നേരമൊന്ന്. അങ്ങനെ എന്താ പറയുക, ഞാനില്ലേ ഇക്കും മക്കളെല്ലാം ഫുഡെല്ലാം കഴിച്ചു അവരുടേതായ ഇപ്പം മക്കൾ പഠിക്കുന്നുണ്ടാവും, ഇക്കാൻ്റെ എന്തെങ്കിലും മുഹമ്മദുമായിട്ട് എന്തെങ്കിലും കളിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആ ടൈമില്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ടി വി ആണെന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ഞാൻ കിച്ചണിലേക്ക് വരും. എനിക്ക് കാര്യമായിട്ടൊന്നും പണിയില്ലാന്ന് തോന്നുന്ന സമയം എവിടെയെങ്കിലും ക്ലീൻ ആക്കാമെന്ന് എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. അങ്ങനെ അപ്പം കിച്ചണാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂള് തുറക്കും മുമ്പേ ക്ലീൻ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് എന്തെല്ലോ തിരക്കെല്ലാം പോയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോമ്പിന് ക്ലീൻ ചെയ്തതാണ് കിച്ചൺ ഡീപ്പായിട്ട്. സാധാ ഇങ്ങനെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും തുടച്ച് പോകുന്നു എന്നല്ലാണ്ട് ഈ കബോർഡിൻ്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണും കാര്യങ്ങളും എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കിച്ചണെല്ലാം പെട്ടെന്ന് പഴയതാവും. അങ്ങനെ അപ്പം ആ ഒരു ക്ലീനിങ് ആണ് ഇന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ആലൻറ്റിൻ്റെ ഏരിയയില്ലേ അത് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ എൻ്റെ കിച്ചണാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കിച്ചണാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് എത്രമാത്രം കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾ നിൽക്കുന്ന സമയം വീഡിയോയിൽ ചില ചെറിയ കാര്യങ്ങളെല്ലാം ഭയങ്കര വലുതായിട്ടാണ്. ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിനെ, ഒരു കിച്ചണാണെങ്കിൽ ഭയങ്കര ചെറിയ കിച്ചണാണ്, ചെറിയ വീടെല്ലാം, പക്ഷേ വീഡിയോയിൽ ഭയങ്കര വലുതായിട്ട് കാണിക്കും. അത് എനിക്ക് തോന്നുന്നു നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഞാനിപ്പം 172 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ വീഡിയോയിൽ എന്താ പറയുക കുറച്ചുകൂടി ചെറുതായിട്ടാണ് കാണാം ഐറ്റംസ് എല്ലാം. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഒരാൾ ഒരു കിച്ചണിൽ നിൽക്കുമ്പം ആ ഒരു ഏരിയ തന്നെ വലുതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അപ്പോൾ വീഡിയോൻ്റെ ഒരു ഇതാണ്. എന്നോട് ചോദിക്കലുണ്ട് ഇർഫാൻ എത്ര ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം എന്നോട് ഡീറ്റെയിൽഡായിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ നമ്മൾ നല്ല ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണും. ഹൈറ്റ് കുറഞ്ഞ ആളല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ പിന്നില്ലേ എൻ്റെ ഹൈറ്റ് ചോദിച്ചവർക്ക് വേണ്ടിക്ക് അറിയാമെന്ന്, ഞാൻ 172 ഉണ്ട്. എൻ്റെ മക്കളും ആ ഹൈറ്റ് ഉണ്ട്. ഇക്ക 80 ഉണ്ടെന്ന് തോന്നുന്നു. ഇക്കും നല്ല ഹൈറ്റുള്ള ആളാണ്. നമ്മളെ ഫാമിലി മൊത്തത്തിൽ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പം മുത്തമ്മാൻ്റെ മക്കളായാലും എല്ലാവരും ഹൈറ്റ് കുറഞ്ഞ ആരുമില്ല. അങ്ങനെ പിന്നെന്താ വെയിറ്റ് എനിക്ക് കറക്റ്റ് 65 ആണേ വേണ്ടേ, പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ്. അങ്ങനെ പിന്നില്ലേ പക്ഷെ എനിക്ക് ഈ ഒരു വെയിറ്റ് അന്നിഷ്ടം. പക്ഷെ എനിക്കിപ്പോൾ മുട്ടുവേദനൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. കാര്യം ഞാൻ നിന്നിട്ട് കുറേ സമയം നിന്നിട്ട് ഒറ്റക്കാലിൽ ഫുൾ വെയിറ്റ് കൊടുക്കും. അപ്പോൾ എനിക്ക് മുട്ടുവേദനൻ്റെ പ്രശ്നമുണ്ട്. എന്നോട് ഉമ്മെല്ലാം പറയും 35 വയസ്സത്ര എനിക്ക് പോലും മുട്ടുവേദന വരാൻ തുടങ്ങിയിട്ടില്ല. സംഭവം ഞാനില്ലേ ഹൈറ്റ് എന്താ പറയുക എൻ്റെ നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം നമ്മളെ വെയിറ്റും കൂടി ആകുമ്പം ഒരു മുട്ടിനെ ഞാൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്നിട്ടായിരിക്കും പത്രം കേൾക്കുക. അങ്ങനെ എല്ലാ വെയിറ്റും അങ്ങനെ കൊടുക്കും. അങ്ങനെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറുതിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മുട്ടുവേദന എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അങ്ങനെ പിന്നിലെ ഞാൻ ക്ലീനിങ്ങിലേക്ക് വരാം. ഞാൻ ആദ്യം ഈ ഒരു ഏരിയ ആലൻറ്റിൻ്റെ ഏരിയ മാത്രം ക്ലീൻ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യമില്ലേ ഞാൻ മൊത്തത്തിൽ വലിച്ചുവാരി ഇടാൻ നിൽക്കുന്നില്ല. നമ്മൾ മൊത്തത്തിൽ കിച്ചൺ അങ്ങ് വലിച്ചുവാരി ഇട്ട് കഴിഞ്ഞാലില്ലേ കുറേ പണിയാവും. പിന്നെ നമുക്ക് മടി പിടിച്ച് കഴിഞ്ഞാലോ പിന്നെ കിച്ചണിൽ നമ്മൾ എല്ലാവരും മക്കളെല്ലാം കയറി വരുമ്പോൾ എല്ലാം നല്ലങ്കോലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയ ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു രാത്രി കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂല. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ ഏരിയ ആണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മൊത്തം ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണീൻ്റെ ഉള്ളിൽ ഈ എന്താ പറയുക 2 ഏരിയയും കൂടി മൊത്തത്തിൽ ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതും താൽഭാഗവും ഇല്ലേ നാളെ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ആദ്യം
എന്താ പറയുക, ആ കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ഞാൻ 3 തുണി എടുക്കലുണ്ട്. ഒരു ഉണങ്ങിയ തുണി എടുക്കും. പിന്നെ ഒന്ന് എന്താ പറയുക, ബേസിന്നൊന്ന് നമ്മൾ ഒലമ്പാന്ന് പറയും, കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് തുടക്കാനുള്ള തുണി. പിന്നെ വേറെ ഒന്ന് ഇങ്ങനത്തെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള പൊടിയും കാര്യങ്ങളെല്ലാം കളയാനുള്ള തുണി. അങ്ങനെ 3 തുണി എടുക്കലുണ്ട്. പിന്നെ ഡെറ്റോൾ ഞാൻ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ തുടച്ചെടുക്കും. അപ്പോൾ ഇതാ ഞാൻ ആദ്യം അടുപ്പ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. എന്താ പറയുക, എൻ്റെ ഇമ്മൽ ഇന്നാന്നുണ്ടെങ്കിൽ ക്ലോറക്സും ഇല്ല. ഞാൻ സാധാരണ ക്ലോറക്സ് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. ക്ലോറക്സ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മൾ ആ ഒരു ബർണറും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കറകളും കാര്യങ്ങളെല്ലാം പോയി. ഈ എണ്ണക്കറിയും കാര്യങ്ങളെല്ലാം പക്ഷെ എൻ്റെ ഇമ്മൽ ഇന്നില്ല. അപ്പം വേറൊരു ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ക്ലോറക്സെല്ലാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ഗ്ലൗസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. പിന്നെ അലർജി പ്രശ്നങ്ങളിൽ ഇല്ലവരാണെന്നുണ്ടെങ്കിൽ, ശ്വാസമുട്ടലിലും ഇല്ലവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതിപ്പം ആ ഒരു ബർണർ വെച്ച സ്ഥലത്തെല്ലാം ഡാർക്കായിട്ട് കളറുണ്ട്. എല്ലാ ഏരിയയും ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാനിതാ ആദ്യം സ്പോഞ്ച് വെച്ചിട്ട് നല്ലോണം ആ ഒരു എണ്ണൻ്റെ കറകളും കാര്യങ്ങളും എല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. സ്റ്റീൽ വെച്ചിട്ട് ആദ്യം തുടച്ചെടുത്ത് പിന്നെ സ്പോഞ്ച് വെച്ചിട്ട്, പിന്നെ ആ വലിയ ബർണറുള്ള ഭാഗത്തുള്ള ആ കറ സ്റ്റീൽ വെച്ചിട്ട് കുറച്ച് ബ്രഷ് എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഇപ്പം എൻ്റെ കയ്യിൽ ക്ലോറക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പം ക്ലീൻ ആക്കുന്നില്ല. അതിപ്പം ബർണറും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന സമയം നാളെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അന്നേരം ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനില്ലേ ഒരു ഭാഗം എന്താ പറയുക സ്പോഞ്ച് വെച്ചിട്ട് തുടച്ച് പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും. പിന്നെന്താ ആ ഒരു ബർണറിൻ്റെ ഏരിയയെല്ലാം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രഷിൽ കുറച്ച് സ്റ്റീലാക്കിയിട്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പം ബ്രഷും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയും എന്താ പറയുക അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു പൈപ്പ് കണ്ട, ഞാനില്ലേ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ എന്നോട് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടേ അതിൻ്റെ പെയിൻറ്റ് ഇളകുമെന്ന്. എന്താ പറയുക, ഇക്കാക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഏകദേശം എല്ലാ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടും അറിയാൻ പറ്റുമേ. ഇക്കാക്ക് അറിയാം. അങ്ങനെ തന്നെ നമ്മൾ ബോഷ്, ഹാഫ്ലെ, ഹെറ്റിച്ചിൻ്റെ എല്ലാം ഡീലറാണ്. അപ്പോൾ എന്നോട് അധികം ചോദിക്കലുണ്ട് ബെസ്റ്റ് ബ്രാൻഡ് ഏതാ. ഈ ഹാഫ്ലെ, ബോഷ്, ഹെറ്റിച്ച് എന്നെല്ലാം പറയുന്നത് ജർമ്മൻ ബ്രാൻഡാണ്. 3ഉം ബെസ്റ്റ് ബ്രാൻഡ് തന്നെയാണ്. പിന്നെ നമ്മൾ കേരളത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അഫോർഡായ പ്രൈസിൽ ഹാഫ്ലെ വരുന്നത്. ബോഷിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ബോഷ് എടുക്കാൻ നിൽക്കലില്ല. പക്ഷെ ബോഷിൻ്റെ സർവീസ് അടിപൊളിയാണ്. പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിലും സർവീസ് അടിപൊളി ബോഷിൻ്റെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയലുണ്ട്. പിന്നെ ഹാഫ്ലെ ഹെറ്റിച്ചൽ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ്. നമ്മൾ മലയാളികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ വരുന്ന ഒരു ഐറ്റമാണ്. എന്നോട് ചോദിക്കലുണ്ട് ഏതാ ബെസ്റ്റ് എന്ന്. 3ഉം നല്ല ബെസ്റ്റ് ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ പ്രൈസ് കമ്പാരിറ്റീവ്ലി പ്രൈസ് നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഹാഫ്ലെ ബ്രാൻഡാണ്. കുറച്ച് പ്രൈസ് കുറവാണ് ഹാഫ്ലേക്ക് വരുന്നത് ഇത് 3നെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കിച്ചണിലേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഹാഫ്ലേൻ്റെ ബ്രാൻഡ് തന്നെയാണ്. താനത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെത് ബോഷാണ്. നമ്മൾ ഹോബായാലും ഹുഡായാലും അതുപോലെ തന്നെ ഓവൺ ആയാലും എല്ലാം ബോഷ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂറോപ്പിലെല്ലാം നിൽക്കുന്നവർക്ക് മനസ്സിലാവും ആ ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക വ്യത്യാസമെല്ലാം. ഇപ്പം നമ്മൾ സാധാ ഹുഡ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിന് ഈനെല്ലാം തുരുമ്പുടിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതെല്ലാം ആകുമ്പോൾ നമ്മൾ ക്ലീനാക്കാൻ എളുപ്പമുള്ളൊരു സംഭവങ്ങളാണ്. എൻ്റെ പഴയ കിച്ചണിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു പഴയ കിച്ചണിൽ ഞാൻ ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുത്തിട്ടുണ്ടായിന്. പക്ഷേ അതിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളിലില്ല, അത് പെട്ടെന്ന് തുരുമ്പുടിച്ചിട്ട് അത് പോയി പോകുന്നു. പക്ഷേ ഇതിൻ്റെത് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ അപ്പം ഏത് ബ്രാൻഡാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ഉം നല്ല ബ്രാൻഡ് തന്നെയാണ്. പിന്നെ നമുക്ക് പ്രൈസ് കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ്ലെ സെലക്ട് ചെയ്യുക. പ്രൈസ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഷ് സെലക്ട് ചെയ്യാം. അങ്ങനെ അത്ര ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിത് 5 ബർണറാണ് ചെയ്തിട്ടുള്ളത്. ബോഷിൻ്റെ പുറത്തുള്ളതും ബോഷ് തന്നെയാണ്. അത് 4 ബർണർ ഗോൾഡൻ ഒരു ഇതെല്ലാം വരുന്നതാണ്, എന്താ പറയുക ബർണറും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അത് കുറച്ചുകൂടി എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അപ്പം ഇതെല്ലാം ഒന്ന് ഹോബിൻ്റെ ഹുഡിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്. പിന്നെ ഓവൺ ആണെന്നുണ്ടെങ്കിലും ബോഷിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ 6 വർഷം മുന്നേ ഉള്ളതാണ്, ഇപ്പം അറിയില്ല
എത്ര പ്രൈസ് കാര്യങ്ങളൊന്നും അറിയില്ല. കാനോട് ചോദിക്കണം. കാക്ക് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാം. കാര്യം നമ്മളെ സ്ഥാപനത്തിൽ എല്ലാ ഐറ്റംസും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് റൂമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലൈവ് കിച്ചണും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കിച്ചണിൻ്റെ കബോർഡും കാര്യങ്ങളും ഏതാ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇതെല്ലാം ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ പുറമെല്ലാം ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് തുടക്കുമ്പം ക്ലീൻ ആവില്ലേ, അതുപോലെ ക്ലീനായി കിട്ടുന്ന ഐറ്റംസാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ, എന്താ പറയുക, ഈ ഡീപ്പ് ക്ലീനിങ് ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ലാന്ന്. അതുകൊണ്ട് തന്നെ നല്ല പൊടിയുണ്ട്. ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ഇങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ളതും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതും ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കാര്യം പറയുമ്പം ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുമോ നമുക്ക് പേടിയുണ്ടാവലുണ്ട്. ഇതിപ്പം എന്താ പറയുക, എനിക്ക് നമ്മൾ ഈ ഒരു ഇക്കാക്ക് ഒരു സ്ഥാപനം ഉണ്ടായതുകൊണ്ടായിരിക്കാം എന്നോട് കൂടുതൽ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ ഞാൻ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, ഭയങ്കര മോട്ടിവേഷൻ ആണെന്നെല്ലാം പറയലുണ്ട്. അങ്ങ് അധികം ഇപ്പോൾ പറയാൻ മടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ചിലരെങ്കിലും ആ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ വെക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് ഈ ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ ചെറുതിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് OCD കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ചെറുതിലേ മുതൽ ഗുഡായിട്ടുള്ളതും ബാഡായിട്ടുള്ളതും കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം മടി മാറ്റാനെന്ന് ഞാൻ പറയുന്നത് പണ്ട് മുതലേ 4 വർഷമായി ഞാൻ മടി മാറ്റാനുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മടി മാറ്റാനുള്ള ടിപ്സും കാര്യങ്ങളും അതെല്ലാം തന്നെയാണെന്നല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പം ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെടില്ല. അങ്ങ് പറയാനുള്ളത് എല്ലാവർക്കും 24 മണിക്കൂറാന്നുള്ള, എല്ലാവരും ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ചില വീടുകളിൽ നമ്മൾ 12 മണിക്ക് പോയി കഴിഞ്ഞാൽ ആ വീട് മൊത്തം ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയും, അയ്യോ ഈ വീട്ടിലൊരു പണിയും ഇല്ലല്ലോ, അവരെന്തൊരു ഭാഗ്യവതിയാണെന്ന്. എന്നാൽ ചില വീടുകളിൽ നമ്മൾ 12 മണിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം വലിച്ചു വാരിയിട്ട ഒരവസ്ഥയിലിരിക്കും. അപ്പം നമ്മൾ പറയും, അയ്യോ പാവം അവരെ പണിയൊന്നും തീരുന്നില്ല എന്ന്. പക്ഷേ ഈ പാവമെന്ന് ശരിക്കും പറയേണ്ടതില്ല. ഈ 12 മണിക്ക് വീട് മൊത്തം ക്ലീനായ വീട്ടുകാരിയാണ്. കാര്യം അവരവരുടെ ലൈഫിൽ രാവിലെ എണീച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ടൈം ടു ടൈം കാര്യങ്ങൾ ചെയ്ത് ഒതുക്കി വെക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഒരു 12 മണി 10 മണിയാകുമ്പം വീട് ക്ലീനായിട്ട് നിൽക്കുന്നത്. ഈ 12 മണിയായിട്ടും വീട് അലങ്കോലമായിട്ട് പടി തീരുന്നില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മൊബൈലിൽ കളിച്ചിട്ടും വെറുതെ നടന്ന് കളിച്ചിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് തൻ്റെ ലൈഫ് കമ്പയർ ചെയ്തിട്ടും ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് കേട്ടോ ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറാന്നുള്ള ടൈം മാനേജ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കല്ലിൽ അലക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മിമ്മ കുത്താനോ ഒന്നും ഇല്ല. നമ്മളിപ്പം രാവിലെ ഒരു 4:30 മണിക്ക് എണീക്കുകയാണെങ്കിൽ 5 മണിക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് എണീച്ചാലും ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മളെ പണി ഫുള്ളും കഴിയും. അത്രയ്ക്കുള്ള പണിയേ ഉള്ളൂ എല്ലാ വീട്ടിലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വലിയ ഏരിയയിലുള്ള ഒരു വീടാണ് എൻ്റെത്. 33 സെൻറ്റിൽ നടുക്ക് നിൽക്കുന്ന ഒരു വീടാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം എൻ്റെ പണി തീരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലെ പണിയും തീരും. കാര്യം എൻ്റെ വീട്ടിലിപ്പം കോട്ടയാട് തന്നെ വലിയ ഏരിയയിലാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം ഇത് ചെറുതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും വലിയ ഏരിയയിലാണ് എൻ്റെ കോട്ടയാട് തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ആലൻ്റെ കിച്ചണ് ചെയ്യുമ്പം വലിയ ഏരിയ ഇല്ലാണ്ട് നമുക്ക് ആലൻ കിച്ചൺ ചെയ്യാൻ പറ്റില്ല. അതും എനിക്ക് ചുറ്റോടും എനിക്ക് നടക്കാനുള്ള ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറിങ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലീനിങ് അത്യാവശ്യം എനിക്ക് നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ ദിവസം ക്ലീൻ ആക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പണികൾ എനിക്ക് തീർന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇല്ലേ പണി തീരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നിക്കലും രാവിലെ എണീക്കുന്നുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അയൽവക്കത്തും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വെറുതെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ടൈം വെറുതെ ഇങ്ങനെ അലസമായിട്ട് കളയുന്നതുകൊണ്ട് മാത്രവും നമുക്ക് എന്താ പറയുക സമയത്തിന് പണി തീരാത്ത, അല്ലാണ്ട് നമുക്ക് ഒന്നുകൂടിയ പണി ഉണ്ടായതുകൊണ്ടല്ല. ഇത് ഞാൻ പണ്ട് മുതലേ 4 വർഷമായി കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പം പറയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്താ പറയുക നമ്മൾ വീട് വൃത്തിയോടെയും ചിട്ടയോടെയും വെച്ചാൽ ഒരുപാട് ഫ്രീ ടൈം നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, രാത്രി നേരത്തെ കിടന്നുറങ്ങണം. പണ്ടല്ലാന്നുണ്ടെങ്കിൽ ഗൾഫിലുള്ളവരാണ് 1 മണി മുതൽ രാത്രി 1 മണി വരെ കറങ്ങി നടക്കും. പിന്നെ രാവിലെ അവർ ഉച്ചയ്ക്കായിരിക്കും എണീക്കാം. പണ്ട് എൻ്റെ
എന്താ പറയുക, എൻ്റെ ഉമ്മ ഗൾഫിലുള്ള ടൈമോ ഉപ്പ ഓഫീസിൽ നിന്ന് വരാൻ 3 മണിക്കായിരിക്കും. ആ 3 മണിക്ക് ഉപ്പ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയമായിരിക്കും 3 മണിയാകുമ്പോഴേക്കായിരിക്കും ഉമ്മ നമുക്ക് എല്ലാവർക്കും ചോറും കാര്യങ്ങളും റെഡിയാക്കുക. ഇപ്പം ഗൾഫിലെ സിസ്റ്റം അതാണ്. പക്ഷെ ഇപ്പം നാട്ടിലും അതേ സിസ്റ്റം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും കുട്ടികളടക്കം ഉമ്മമാർ 1 മണിക്കാണ് കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ നമുക്ക് എണീക്കാൻ കഴിയില്ല, സ്കൂളിൽ പോകുന്ന സമയം അലങ്കോലാവും, നമുക്ക് ഉറക്ക് ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അപ്പം ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മൾ രാത്രിത്തെ ഉറക്കിലാണ്. 9 മണിക്ക് ശേഷം ഫോൺ യൂസ് ചെയ്യില്ലാന്ന് നമ്മൾ തീരുമാനിക്കണം. 9:30 ആകുമ്പോൾ എല്ലാവരും ബെഡിൻ്റെ എത്താം, 10 മണിയാകുമ്പോൾ ഉറങ്ങണം എന്ന് നമ്മൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. നമ്മളെ ബ്രെയിൻ വിചാരിക്കും പകലാന്നുള്ള രീതിയിൽ നമ്മളെ ബ്രെയിൻ തെറ്റിദ്ധരിച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് തന്നെ 9 മണി 8:30 ആകുമ്പം ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് അങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ കഴിയും. 4:30 തന്നെ എണീക്കണമെന്നില്ല, 6 മണിക്കാലും എണീച്ചാൽ മതി. എന്നാലും നമുക്ക് 10:30 ആകുമ്പോഴേക്ക് പണി ഫുള്ളും തീരും. അങ്ങനെ പിന്നെ ഗൾഫിലെ പോലെ നമ്മൾ നാട്ടിൽ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മ 3 മണി ഞാൻ പറഞ്ഞിട്ടില്ലോ ചോറുണ്ടാക്കാമെന്ന് പറയും ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും. പക്ഷെ നാട്ടിൽ ഉമ്മാക്ക് 3 മണിക്ക് ചോറുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉമ്മാക്ക് പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് വലിയ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, ഏരിയാസ് മൊത്തം നമ്മൾ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചേ പറ്റും, അപ്പം രാത്രി നേരത്തെ കിടന്നേ പറ്റും. അപ്പം ഗൾഫിൽ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി മൊത്തം കറക്കായിരിക്കും. പിന്നെ നമുക്ക് പണിയില്ല, ചെറിയൊരു റൂമല്ലേ ക്ലീൻ ആക്കാനുള്ളൂ, ഫുഡേ ഉണ്ടാക്കാനുണ്ടാവും. പക്ഷേ നാട്ടിൽ നമ്മളെല്ലാ ലേഡീസും ഇപ്പം ചെയ്യുന്ന കാര്യം, ചിലപ്പോൾ എല്ലാം നമുക്ക് കോൾ വരുത്തുണ്ട്, 1 മണിക്കെല്ലാം കോൾ വരും. സത്യം പറഞ്ഞൊക്കെ പറയും നീ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കുന്നു. കാര്യം നമ്മൾ ഫാൻസ് ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മളെ. പക്ഷെ അവർ 1 മണിക്കെല്ലാം ഇരിക്കും മെസ്സേജ് വരാം ഈ സൽവാറിനെയും കാര്യത്തിനെല്ലാം. അപ്പം ഞാൻ വിചാരിക്കും പഠിച്ചോനെ രാത്രി നമുക്കത് നട്ടപ്പാതിരായിരിക്കും. അങ്ങനെ ഞാൻ ബിസിനസ്സെല്ലാം ചെയ്യുന്ന സമയം രാത്രി 12 മണി വരെ എല്ലാം അന്നേരം മെസ്സേജ് നോക്കലുണ്ട്. അന്നേരം നമുക്ക് മനസ്സിലായ പഠിച്ചോനെ 12 മണിക്കെല്ലാം മെസ്സേജ്, സൽവാറിന് വേണ്ടിക്ക് മെസ്സേജ് 12 മണി വരെയെല്ലാം വരും. അപ്പം അത്രയും ആൾക്കാർ ഇപ്പോൾ ഉറങ്ങുന്നില്ല. ഒരു ഗൾഫ് സിസ്റ്റം, ഒരു ഗൾഫ് സ്റ്റൈൽ വന്ന് ലൈഫ് സ്റ്റൈൽ മാറി. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറുമ്പം നമ്മളെ പണികളും കൂടും. നമ്മൾ ഗൾഫിൽ അല്ല ജീവിക്കുന്നത്, അവിടെ ആകുമ്പം ചെറിയൊരു റൂമായിരിക്കും, അവിടെ അത്ര ഏരിയയേ ഉള്ളൂ, കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ താമസിക്കുന്നത്. ഒരുപാട് നമ്മൾ സഹിച്ചിട്ടല്ലോ ഒന്ന് ഗൾഫിൽ ജീവിക്കുക. ഗൾഫിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അത്രയും വിഷമം പിടിച്ച ജീവിതമായിരിക്കും. പഴയ ഫ്ലാറ്റായിരിക്കും, ചെറിയൊരു റൂമായിരിക്കും, ആ റൂമിൻ്റെ ഉള്ളിൽ സാധനങ്ങളെ നിറച്ച് അത്രയും ഹസ്ബൻഡിനോട് ഇഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഗൾഫിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നാട്ടിലത്തെ സുഖസൗകര്യങ്ങളൊന്നും ഒരിക്കലും ഗൾഫിൽ കിട്ടൂല. എപ്പെങ്കിലും ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ച എല്ലാം പുറത്ത് പോകുന്നല്ലാണ്ട് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ റൂമിലായിരിക്കും ഉണ്ടാവുക. ഭയങ്കര ഗൾഫിൽ ജീവിക്കുന്ന സംബന്ധിച്ചിടത്തോളം അത്രയും നല്ല എക്സ്പെൻസീവായിട്ട് പുതിയ വലിയ ഫ്ലാറ്റിലെല്ലാന്നുണ്ടെങ്കിൽ അറബ്സിൽ നിൽക്കുന്ന ഏരിയയിലെല്ലാം നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ലൈഫ് പൂള് കാര്യങ്ങളിലുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൾഫിലെ ജീവിതം അടിപൊളിയായിരിക്കും. പക്ഷേ ഗൾഫിൽ പല ടൈപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ ഫ്ലാറ്റായിരിക്കും, ചെറിയ റൂമായിരിക്കും. അപ്പോൾ അവിടെ അത്ര ഏരിയ ഉണ്ടാവും നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതാക്കാനും. അപ്പോൾ അവിടുത്തെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫാണ്, അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അവർ നാട്ടിൽ വരുമ്പം അടിപൊളിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയലുണ്ട് ഗൾഫിലെ കോലം വേറെ നാട്ടിലെ കോലം വേറെ, നാട്ടിൽ പേര് ഗൾഫാരെന്നാന്ന്, ഗൾഫിൽ നിൽക്കുന്നവർക്കൊരു ഇതല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടാവുക. ഭർത്താവിന് അന്നു കിട്ടുന്ന സാലറിയിൽ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് ചെറിയ റൂം, അതിൻ്റേതായ പാത്രങ്ങൾ, അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന ജീവിതമൊന്നും ഗൾഫിലുണ്ടാവാം. അപ്പോൾ അവിടെ നമുക്ക് അത്ര പണികളുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈം എണീക്കുക, ഇഷ്ടമുള്ള ടൈം. അതുപോലെ നമ്മൾ നാട്ടിലെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നാട്ടിൽ നമുക്ക് വലിയ വീടായിരിക്കും, ഒരുപാട് നാട്ടിലെ ലൈഫ് സ്റ്റൈൽ അറിയാലോ, അത്രയും അടിപൊളി ലൈഫ് സ്റ്റൈലാണ് നാട്ടിൽ എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പണികളും കൂടുതലായിരിക്കും. ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. അങ്ങനെ അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഗൾഫിലെ ലൈഫ് സ്റ്റൈൽ വേറെ, നാട്ടിലത്തെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ 3 മണിയാകുമ്പോഴേക്ക് ഫുഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സമയം നമുക്ക് എണീച്ചാൽ മതി. പക്ഷേ രാവിലെ നാട്ടിലാവുമ്പം നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ടിഫിൻ ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനിടയിൽ എൻ്റെ ഒരുപാട് ക്ലീനിങ് നടക്കുന്നുണ്ട്. പിന്നിൽ എൻ്റെ പഴയ വർക്ക് ഏരിയയിലെ കിച്ചണ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. എന്നോട് ചോദിക്കലുണ്ട് ഇത് സെയിം മെറ്റീരിയലാണോ എന്ന്. അല്ല കേട്ടോ, കാണാൻ സെയിം ആണ്, പക്ഷേ ഇത് പുറമേ വരുന്നത് ഗ്ലാസ് ഫിനിഷാണ്, ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമ്മളടുത്ത് അധികം കസ്റ്റമറും ഡൗട്ട് ചോദിക്കലുണ്ട്,
ചിലർക്ക് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടീം വന്നിന് ഇത്ര ചെറിയ പ്രൈസിന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഓരോ മെറ്റീരിയൽ ഇപ്പോൾ സൽവാർ ആയാലും കാര്യങ്ങളായാലും പാകിസ്ഥാനി സൽവാർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോപ്പി 750 രൂപക്ക് കിട്ടും. പക്ഷേ കംഫർട്ടബിൾ ഉണ്ടാവില്ല, നമുക്ക് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടെടുക്കുക, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കും. എന്നാൽ ഒറിജിനൽ പാകിസ്ഥാനി മെറ്റീരിയലിന് 4500 രൂപ വരെ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റും. ഇതിപ്പം ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഗ്ലാസ് ഫിനിഷിങ്ങിലാണ്. പുറമേ വൈറ്റ് കാണുമെങ്കിലും ഇതിൻ്റെ പുറമേയുള്ള കോട്ടിങ് ഗ്ലാസ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം തുടക്കാനും കാര്യങ്ങളെല്ലാം ഈസിയാണ്. ഇതിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഒന്ന് വരുന്നത്. അപ്പം നമ്മൾ പുറത്ത് പണ്ട് വർക്ക് ഏരിയയിൽ ചെയ്ത മെറ്റീരിയൽ കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ്. അതിപ്പം കബോർഡ് ഇളകി വീഴുക, കല വരാ പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് ഞാൻ ഒഴിവാക്കി. അത് നമ്മൾ വേറെ ചെയ്തതാണ്. കാണാൻ ഏകദേശം ഒരു വിലയിരിക്കും. നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്താൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ക്വാളിറ്റി നല്ല ഡിഫറൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ അതിപ്പോൾ യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും. പിന്നെന്താ, പിന്നെ എൻ്റെ പുറത്തത്തെ കിച്ചണിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് പെയിൻ്റ് അടിച്ചതാണോ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, വീട് എടുക്കുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെയിൻ്റ് അല്ല കേട്ടോ. ആ ഒരു ഗോൾഡ് ഫ്രെയിം വരുന്നില്ലേ, അതങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. അതിൻ്റെ സാധാരണ ഗ്ലാസ് ഫ്രെയിം വൈറ്റും ബ്ലാക്കും മാത്രമൊന്ന് വരുത്ത്. ഞാൻ പറഞ്ഞ നമുക്ക് ഗോൾഡ് ആൻഡ് ബേജ് ഷെയ്ഡാന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കനോട് പറഞ്ഞിട്ട് കമ്പനിയിൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച ഐറ്റംസാണ്. അങ്ങനെ അത് പെയിൻ്റ് അല്ല, അത് ഇളകി പോകുന്നൊന്നും ചെയ്യില്ല. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതിലെ അഗാരോൻ്റെ അയച്ചെന്നൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ തന്നെ മോപ്പ് ചെയ്യുന്നതും കൂടി എൻ്റെ കയ്യിലുണ്ട്. വാങ്ങാത്തൊരു വാങ്ങിക്കുമോ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. ഇതിപ്പം ഞാൻ 3 വർഷങ്ങാനും ആയി എനിക്ക് അവർ അയച്ചാന്നിട്ട്. പക്ഷേ ഇങ്ങനെ കിച്ചണെല്ലാം എന്തായാലും കിച്ചണിൻ്റെ ഈ മേശൻ്റെ ഇടയിലെല്ലാം ചെറിയ ചെറിയ പൊടികളുണ്ടാവില്ലേ, അത് ക്ലീൻ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം ചെറിയൊരു കറുപ്പ് പൊടി ഉണ്ടാവും എന്തായാലും. അത്രയും വൃത്തിയുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു പൊടി എന്തായാലും ഉണ്ടാവും. പക്ഷെ അതെല്ലാം എടുക്കാൻ വേണ്ടിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. വേണമെന്നുള്ളവർ വാങ്ങിക്കോ. ഇത് ഞാൻ എനിക്ക് പണ്ടേ അവരയച്ചു തന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ താഴത്തെ മേശയും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ ഞാൻ പുറമേയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. ഇതിപ്പം ഞാൻ എന്താ പറയുക, ഓരോരോ മേശയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ എടുക്കും, എന്നിട്ട് പുറത്ത് വെക്കും, എന്നിട്ട് തുടച്ചെടുക്കും, എന്നിട്ട് അതിൽ തന്നെ വെക്കലാണ്. ലാസ്റ്റാണ് ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുക. ഞാൻ ഈ കിച്ചണ് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവറെല്ലാം ചെയ്തിട്ടുണ്ടായിനി, കംപ്ലീറ്റ് ലുക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിനി. എനിക്കില്ല, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടായിന്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കിച്ചൺ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതാ വേണ്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന്. അതെന്തെല്ലാന്ന് പറയാം. പിന്നെ എൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. നമ്മൾ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കലൊന്നുമില്ല, എന്നാലും ചെറിയതായ രീതിയിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കലുണ്ട്. പിന്നെ എൻ്റെ മൻഹാൻ്റെ ബർത്ത്ഡേ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കാൻ ഞാൻ ഒരാഴ്ച മുന്നേ ചെയ്തിട്ടുണ്ടായിന്. എൻ്റെയും മൻഹാൻ്റെയും മൈസേൻ്റെ എല്ലാം ഏകദേശം അടുത്തടുത്താണ് ബർത്ത്ഡേ വരുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ ബർത്ത്ഡേൻ്റെ റിലേറ്റഡ് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുക. എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടായി നിൽക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കിച്ചൺ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായി. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാ എല്ലാം തുടച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കലാണ്. അടുത്ത വീഡിയോ എന്തായാലും അത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണും കാര്യങ്ങളെല്ലാം നിങ്ങൾ കിച്ചണും കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കാണ്ട് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് നമ്മൾ കിച്ചണൊന്ന് പോയിട്ട് നോക്കുക, ക്ലീൻ തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളെല്ലാ ഭാഗവും ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കിച്ചണിൽ കയറാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റോടും നോക്കുമ്പോൾ മൊത്തം അലങ്കോലം, കൗണ്ടർ ടോപ്പ് കാര്യങ്ങൾ വലിച്ചു വാരിയിട്ടിട്ട് നനന പാത്രങ്ങൾ, അതുപോലെ തന്നെ വീട് അലങ്കോലമായിട്ട് ബെഡ്ഷീറ്റ് കിടന്ന പോലെ തന്നെ രാത്രി വരെ വെക്കുക, അങ്ങനെയെല്ലാം ആകുമ്പം അതുപോലെ തന്നെ മാറ്റിന് ചെളിയും കാര്യങ്ങളെല്ലാം ആകുമ്പം നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും, ദേഷ്യമായിരിക്കും, അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു തെറാപ്പി പോലെയൊന്നും ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം ഒന്ന് ക്ലീൻ ചെയ്യുക, ആ വീട്ടിൽ ആ ക്ലീനാക്കിയ വീട്ടിൽ നിൽക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇന്ന് ആരോഗ്യമില്ലാണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ആരോഗ്യത്തിൽ നമ്മൾ
എന്താ പറയുക, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാണ്ട് അധികം ആൾക്കാരും സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന് പറയുക. അപ്പം നമുക്ക് സമയമില്ലാത്തതിന് മെയിൻ കാരണം നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആയിരിക്കും ഒന്നാമത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കുന്നവരായിരിക്കും. മീൻസ് എന്താ പറയുക, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കമ്പാരിസൺ ചെയ്തിട്ടും എന്താ പറയുക, മറ്റുള്ളവരുടെ ലൈഫ് തകർക്കാൻ വേണ്ടിക്കും അസൂയ കൊണ്ടും ജലസ് കൊണ്ടും നമ്മളെക്കാട്ടി കൂടുതൽ കഴിവുകളോ അല്ലാന്നുണ്ടെങ്കിൽ ജീവിത രീതിയും കാര്യങ്ങളും എല്ലാം കാണുമ്പം ചിലർ ഭയങ്കര അസൂയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ അസൂയ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ നിങ്ങളെ ലൈഫ് തന്നെയല്ലേ ഇല്ലാണ്ടാക്കുന്നത്. പഠിച്ചവന് ഓരോരോ മനുഷ്യർക്കും കഴിവുകൾ കൊടുത്തിന്. ആ കഴിവുകളിൽ നമ്മൾ അസൂയ വെച്ചിട്ട് അവരെ തകർക്കാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് തന്നെയാണ്, ഈ യൂണിവേഴ്സ് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം ലൈഫിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, സ്വന്തം കുടുംബത്തിനെ ഹാപ്പി ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പഠിച്ചവനൊരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തകർക്കാൻ ആരുമില്ല എന്നാണ്. പഠിച്ചവനൊരാൾക്ക് എല്ലാ കഴിവുകളും ഒത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചവൻ വിജയിക്കണ്ടേ, ആ ഒരാളെ നശിപ്പിക്കണമെന്നും അതിൽ നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ എന്താ, നമ്മളെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ മാക്സിമം മൊബൈൽ യൂസ് അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് നമ്മളെ ലൈഫിൽ ഇന്നത്തെ ലൈഫ് ഇന്ന് ജീവിക്കാൻ ശ്രമിക്കുക. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം എപ്പോഴും കിട്ടൂല. ഈ ഒരു സമയത്തിൽ അത് ഫീൽ ചെയ്യുക. ഒരു കപ്പ് ചായ കുടിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്ത് കുടിക്കുക. നമ്മൾ ബിസി മെൻറ്റാലിറ്റിയിൽ ഓടാണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പറഞ്ഞ ഈ ഒരു എന്താ പറയുക മീൽ പ്രിപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനെല്ലാം ക്ലീൻ ആക്കിയേ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ എനിക്ക് വേണ്ടാത്തതുണ്ട്, യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതെല്ലാം ഞാനൊരു എന്താ പറയുക തൊട്ടിയിൽ ഇതുപോലെ ബാസ്ക്കറ്റിലാക്കിയിട്ട് വെക്കും. നമ്മൾ തൊട്ടിന്നാന്ന് പറയൽ. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കലുണ്ട്. ഇല്ലാന്ന് നന്നായി യൂസ് ചെയ്യാൻ കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയത്തിന് ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ ആൾക്കാർ വരുവേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല, ആവശ്യക്കാർക്ക് അങ്ങനെ എടുത്തു കൊടുക്കും. പിന്നെന്താ അങ്ങനെ അപ്പോൾ നമ്മളെ കഴിവിൽ ഫോക്കസ് ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ നോക്കുക. ഡെയിലി നമുക്ക് ഇന്നത്തെ ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചുറ്റോട് നോക്കുക, നിങ്ങളെ വീടിൻ്റെ അവസ്ഥ എന്താണ്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ടൊന്ന് ക്ലീൻ ആക്കി നോക്കിയാൽ, എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയി നോക്കിയാൽ അതിൻ്റെ ഫീൽ വേറെ. എത്ര സമ്പാദിച്ചാലും എല്ലാണെന്നുണ്ടെങ്കിൽ എത്ര ആളോടും മത്സരിച്ചാലും എത്ര അസൂയ വെച്ചാലും കിട്ടാത്തൊരു സന്തോഷം നമ്മൾ ശരിക്കും അസൂയ വെക്കുമ്പം കുശുമ്പ് വെക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി വെക്കുമ്പോൾ നമ്മളെ മനസ്സ് തന്നെയാണ് തകരുക. കാരണം പടച്ചോനൊരാളെ ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചോനൊരാൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പടച്ചോനൊരാൾക്ക് ഭംഗി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന് ഇഷ്ടപ്രകാരം കൊടുത്തതല്ലേ. ഒരു ഭംഗിയില്ലാത്തവരല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും മോശമെന്നാൽ പടച്ചോൻ്റെ മുമ്പിൽ എല്ലാവരും നല്ലവരാണ്. പഠിച്ചവൻ എല്ലാവരും സമന്മാരാണ്. പഠിച്ചവൻ ഒരാൾക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഒരു കഴിവും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മോശം. അങ്ങനെയല്ല, എല്ലാവരും പഠിച്ചവന് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഓരോരോ സാഹചര്യത്തിൽ പഠിച്ചവന് അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്നാണ് നോക്കുന്നത്. ഇപ്പം ഈ ചളിക്കുണ്ടിൽ താമര വിരിയാന്ന് പറയുന്നില്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ വിചാരിക്കും ആ ചളിക്കുണ്ടല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, മതി എന്തിനാ വിരിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, അതിലും താമര വിരിയും. അതുപോലെ നമ്മളെ സാഹചര്യങ്ങളോ നമ്മളെ ചുറ്റവും നോക്കാണ്ട് നമ്മളുള്ളിലെ കഴിവിൽ ഫോക്കസ് ചെയ്യുക. കഴിവുകളില്ലാത്തതായിട്ട് ആരുമില്ല. ഇപ്പം എനിക്ക് മാഷാഅല്ലാ അൽഹംദുലില്ലാ എൻ്റെ കഴിവിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവരായിട്ട് എൻ്റെ ലൈഫ് ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യലില്ല. കാര്യം എനിക്ക് പഠിച്ചവന് അൽഹംദുലില്ലാ ഒരുപാട് കഴിവുകൾ തന്നതിന് അതിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതിൻ്റേതായ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇപ്പം എനിക്ക് ഇടത്തെ കൈനോടും വലത്തെ കൈനോടും മെഹന്തി ഇടാൻ കഴിയലുണ്ട്. അതുപോലെ എൻ്റെ മക്കൾക്കും കഴിയലുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് കഴിയുന്നുണ്ടാവും. എന്നാൽ കഴിയാത്തവരുണ്ടാവും. അപ്പം കഴിയാത്തവരാ ഓള് ഇടത്തെ കൈയോട് മെഹന്തി ഇടുന്ന നമുക്ക് ഓൾ ഇഷ്ടമല്ല. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെക്കാട്ടി കഴിവായിരിക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിട്ട് അവരോട് ഇഷ്ടമില്ലാത്തില്ല എന്നെങ്കിൽ അവർ കണ്ടുകൂടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്നെക്കാട്ടി കാണാൻ ഭംഗിയുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് എന്നെക്കാട്ടി ഇന്നത് ചെയ്യാനറിയാം, അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടി അവളെ എല്ലാവർക്കും ഇഷ്ടമെന്ന്, അവർക്ക് നന്നായി സംസാരിക്കാനറിയാം, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു നോക്കുക. അതുകൊണ്ടല്ലേ നമുക്ക് ഒരാളോട് ഇഷ്ടമില്ലാത്ത? അയാളൊന്നും ചെയ്തുകൊണ്ടല്ലല്ലോ. അപ്പില്ലേ നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടമില്ലാത്ത ആ ഒരു കാരണത്തിൽ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പഠിച്ചവന് ഓർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, നമുക്കും കഴിവ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കഴിവ് അവർക്ക് ഉണ്ടാവില്ല ഒരിക്കലും, അവരെ കഴിവ് നമുക്കും കിട്ടൂല. അപ്പം നമ്മളെ കഴിവ് വെച്ചിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മടിയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. നമ്മൾ വീടും പരിസരമെല്ലാം വൃത്തിയാക്കുക. നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും നല്ലത് മാത്രമേ വരൂ എന്ന് പറയും. ഒരുപാട് ദുഷ്ടന്മാർ ദ്രോഹിക്കുമെങ്കിലും അവസാന വിജയം നന്മയുള്ളവർക്കും മാത്രമായിരിക്കും. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലും എല്ലാം ഉണ്ടാവും. എന്നാലും
ക്ഷമയോടെ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചെളിക്കുണ്ടിലാണ് താമര വിരിയുന്നത്. നമ്മൾ സാഹചര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. ഉള്ള സാഹചര്യത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.